السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء. ഏറ്റവും പ്രിയം നിറഞ്ഞ വിജ്ഞാന വിരുന്നിലെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. കടം കൊണ്ടും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ കൊണ്ട് പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, സൂറത്തുൽ കാഫിറൂൻ ആണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം ഓതിയ കൂലി ഈ സൂറത്തുൽ കാഫിറൂൻ 4 പ്രാവശ്യം ഓതിയാൽ കിട്ടും. റുബുഅൽ ഖുർആനാണ്, ഖുർആനിന്റെ 4-1 ഭാഗമാണ്. അപ്പൊ 4 പ്രാവശ്യം ഈ കാഫിറൂൻ സൂറത്ത് ഓതിയാൽ 1 പ്രാവശ്യം ഖുർആൻ മുഴുവനും ഖത്തം തീർത്ത കൂലി കിട്ടും. മിൻ ഹൈസുൽ അജ്രീനാണ് കൂലിയുടെ പരിഗണന അനുസരിച്ചുകൊണ്ട് റുബുഅൽ ഖുർആനാണ് സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത്. മാത്രവുമല്ല, നമ്മൾ ഇത് ഓതുകയാണെങ്കിൽ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇതിനെ ഓതുകയാണെങ്കിൽ ശിർക്കിൽ നിന്ന് ഒരു കാവലുമാണ് ഇത്. ബറാഅത്തും മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറുന്നു. മാത്രവുമല്ല, ശിർക്കിനെ കാക്കുന്ന ഒരു കോട്ടയായിട്ട് മാറും എന്നും പറയുന്നത് കേൾക്കുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിൽ 1 റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതാറുണ്ട്. അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലെ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതാറുണ്ട്. അതുപോലെ കഅബ തവാഫ് ചെയ്ത് തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ കാഫിറൂൻ ഓതാറുണ്ട്. അല്ലാഹു തആല തവാഫ് ചെയ്യാൻ അവിടെ എത്താൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതാനും മറ്റുള്ളവരോട് കൽപ്പിച്ചതായിട്ടും നമുക്ക് ഹദീസിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു സൂറത്തിലാണ് ഇന്ന് നമ്മുടെ ചർച്ച. അള്ളാഹു അത് വേണ്ടതുപോലെ പറയാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകിയെങ്കിൽ നമുക്ക് ഈ സൂറത്തൊന്ന് ആദ്യം ഒന്ന് ഓതി തീർക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. സത്യത്തിൽ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ നിന്ന് അതിപ്രധാനമായ ഒരു റിപ്പോർട്ട്, അതിന്റെ ചുരുക്കം നമുക്കൊന്ന് പറയാം. ഒരിക്കൽ ചില ഖുറൈശി പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ മുഹമ്മദേ, നിങ്ങളുടെ ദൈവത്തിന് 1 കൊല്ലം ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങളുടെ ദൈവങ്ങളെ നീയും 1 കൊല്ലം ആരാധിക്കാം.
നിന്റെ ദൈവമാണ് സത്യമെങ്കിൽ അതിൽ ഞങ്ങൾക്കും, ഞങ്ങളുടേതാണ് സത്യമെങ്കിൽ അതിൽ നിനക്കും ഭാഗ്യവാക്കാവല്ലോ, അതിൽ പങ്കുചേരാമല്ലോ, നമുക്കിടയിൽ ഒരു സുൽഹുണ്ടായി തീരുമല്ലോ എന്ന് അവർ പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅദല്ലാഹ് അൻ നുശ്റക ബിഹി ഗൈറഹ്, അല്ലാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. കലർപ്പില്ലാത്ത തൗഹീദ് പ്രബോധനം ചെയ്യുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും ശിർക്കിനെ പറ്റേ തുടച്ചു മാറ്റാനുമാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം ഇതിന്റെ അനിവാര്യ ഫലങ്ങളാണ്. അപ്പോൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദും ബഹുദൈവാരാധനയായ ശിർക്കും തമ്മിൽ ഒരു നാമമാത്ര സന്ധി പോലും ഉണ്ടാവാൻ സാധ്യമല്ല. ഈ യാഥാർത്ഥ്യം തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയാണ്. വ്യക്തികൾ തമ്മിൽ സാഹോദര്യങ്ങളോ മറ്റൊക്കെ ഉണ്ടാവാം, പക്ഷേ ആചാര അനുഷ്ഠാനങ്ങൾ തമ്മിൽ അവർക്ക് വേണ്ടി ഒന്ന് കുറക്കുക, ഇവർക്ക് വേണ്ടി ഒന്ന് കൂട്ടുക എന്നുള്ളതില്ലല്ലോ. അല്ലാഹു തആല എന്ത് തന്നോ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആരാധനയായി കാണിച്ചു തന്നിട്ടുള്ളത്. മറ്റുള്ളവർ അവരുടെ ഇഷ്ടം പോലെ അവർക്ക് അവരുടെ ശരീരത്തിന് വഴങ്ങുന്ന, മനസ്സിന് വഴങ്ങുന്ന രീതിയിലുള്ള ഇബാദത്തുകളാണ്, ആരാധനകളാണ് അവർക്കുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം വളരെ വ്യക്തമായി ഈ സൂറത്തിലൂടെ പറയുകയാണ്. അതിന്റെ ആയത്തിലൂടെ നമുക്കൊന്ന് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാനിധിയും പരമകാരുണികനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ സൂറത്തിനെ ഓതാൻ ഞാൻ തുടങ്ങുന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയേ നിങ്ങൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഏ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. അപ്പോൾ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവനല്ല. വലാ അന ആബിദും മാ അബദ്തും, നിങ്ങളുടെ ആരാധന ഞാൻ ആരാധിക്കുന്നവനല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതവും. അല്ലാഹു തആല തീർപ്പിച്ച് നബിയോട് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞു. നബി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാഫിരീങ്ങളായ ആളുകളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അത് ആവർത്തിച്ച് പറഞ്ഞിട്ട് അവസാനം ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്നങ്ങോട്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഇതിന്റെ സംക്ഷിപ്തമായ രൂപം നമുക്കൊന്ന് പറയാം. എങ്ങനെയാണ്? നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളെ ഞാൻ ആരാധിക്കുന്നില്ല, അതിന് ഞാൻ തയ്യാറുമല്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അള്ളാഹുവിനെ മാത്രമാണ്, അതിന് നിങ്ങളും തയ്യാറല്ല. നിങ്ങൾ നടത്തി വരുന്നത് നിങ്ങളുടെ തന്നിഷ്ടത്തിനൊത്ത ശിർക്കിന്റെ ആരാധനകളാണ്, അതിൽ നിങ്ങളെ അനുകരിക്കുവാൻ എനിക്ക് നിർവാഹമില്ല. എന്റെ ആരാധനായ അള്ളാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാ മുറകൾ അനുസരിച്ചാണ് ഞാൻ അവനെ ആരാധിക്കുന്നത്. അത് സ്വീകരിക്കുവാൻ നിങ്ങളും ഒരുക്കക്കാരല്ല. അതിനാൽ നാം തമ്മിൽ യോജിക്കുക എന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ നടപടികൾ പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ വിശ്വാസ നടപടികളും പിൻപറ്റിക്കൊള്ളാം. അതിന്റെ ഫലം നമുക്കൊരു കൂട്ടർക്കും പിന്നീട് കാണാവുന്നതാണ് എന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രഖ്യാപനം നടത്തുകയാണ്.